എടാ ആ ചെക്കനെ വിളിച്ചേ. അവരെ ഇങ്ങനെ നടക്കാക്കെ. എടാ അവരെ നടക്കൂട്ടോ.
ഒരുമിച്ച്. അവർ ഇങ്ങോട്ടാക്കി, സൈഡിലോട്ടാക്കി, ഇങ്ങോട്ടാക്കി, മൂന്നാണ് ഇങ്ങോട്ടാക്കി. മെല്ലന മെല്ലന അടുക്ക മെല്ലന ആ വാ നടന്നോ.
ബസ് എടേ മെല്ലണ ഇങ്ങോട്ട് അടക്കമോനെ കുറച്ചങ്ങോട്ടോ കുറച്ചിങ്ങോട്ടോ
നടക്ക് ഇനി മാറില്ലേ നടക്ക് നടക്ക് അതിനകത്ത് നാളെ നിന്നിട്ട് ഫോട്ടോ എടുക്കുക ഇവരോട് പാടാമെന്ന് പറ ആദ്യം മുതലേ വെച്ച് ഒന്ന് സ്ട്രാക്കെ ആ സൈക്കിള് കുറച്ച് മുമ്പോട്ടാണ് കുറച്ച് മുമ്പോട്ട് അടുക്ക അടുക്ക് കുറച്ച് ബാക്കുണ്ട് വെച്ചോ ആദ്യം മുതലേ തുടങ്ങിക്കോ ആദ്യം മുതലേ തുടങ്ങിക്കോ അല്ല ആദ്യം മുതലേ തുടങ്ങുന്നു ബാക്കടിക്ക് അയ്യപ്പ നല്ല Katang, katang.
കഴിഞ്ഞിട്ട് ഇറങ്ങിയാലും 2 ക്ലിപ്പ് എടുത്തു നോക്കാൻ. മതിയടാ അത് കീറി പൊട്ടി പൊട്ടി ഹലോ ഹലോ അല്ല അവർക്ക് കേൾക്കുന്ന ഇതിലാക്കണ്ട ഈ ഫ്രണ്ട് അങ്ങോട്ടാക്കിയോ ഇങ്ങോട്ടൊക്കെ അവര് പ്രസംഗിക്കുന്നവർക്ക് കേട്ട് കഴിഞ്ഞാലേ ഹലോ 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 പ്രിയമുള്ളവരെ, ഈ സമരത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ഫർസിൻ മജീദിനെ ക്ഷണിക്കും. ഏറെ പ്രിയങ്കരനായ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വിജിൽ മോഹനൻ, ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന KPCCയുടെ മെമ്പർ, കണ്ണൂർ കോർപ്പറേഷന്റെ കൌൺസിലർ കൂടിയായിരിക്കുന്ന റജിൽ മാക്കുറ്റി, ഈ സമരത്തിന് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, കേരളത്തിന്റെ ചാർജ് വഹിക്കുന്ന ശ്രാവൺ റാവുജി അവർകൾ, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ പ്രിയപ്പെട്ട അബ്ദുൾ റഷീദ് VP, രാഹുൽ വെച്ചിയോട്ട്, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിമാർ പ്രിയപ്പെട്ട റോബർട്ട് വെള്ളാമ്പള്ളി, പ്രിയപ്പെട്ട മൊഹസിൻ കാദിയോട്, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട മഹിത, ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി വയറ് പിടിച്ചാണ്, വയറ് മടക്കി പിടിച്ചാണ്. ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, സഹപ്രവർത്തകരെ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, പോലീസ് അധികാരികളെ, ഈ കണ്ണൂരിന്റെ മണ്ണിൽ യൂത്ത് കോൺഗ്രസ് നിരവധിയാണെന്ന അനവധി സമര പോരാട്ടങ്ങൾ ഈ ജില്ലക്കകത്ത് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു വിഷയത്തിനകത്ത് രണ്ടാമത് സമരം നടത്തേണ്ടി വരുന്ന വിഷയം എന്ന് പറയുന്നത് ഈ കേരളത്തിനകത്തെ വളരെ വിരളമാണ്, അപൂർവമാണ്. ഈ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ അയ്യപ്പന്റെ സ്വർണം കെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടാമത് സമരമാണ് ഈ സായം സന്ധ്യയിൽ കണ്ണൂർ പട്ടണത്തിൽ നഗരം ചുറ്റി കടന്നു വന്നിരിക്കുന്നത്. ഈ സമരത്തിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഈ നാടിനകത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും അറിയാം. എന്തിനു വേണ്ടിയിട്ടാണ് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഈ സമരത്തിന് വേണ്ടി ഈ ജില്ലക്കകത്തെ കണ്ണൂർ ടൗണിൽ പട്ടണത്തിനകത്ത് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളത് ഇവിടുത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും അറിയാം. കേരളത്തില് ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത രൂപത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഭരണസമിതിയും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ടുപോയി എന്ന ഏറ്റവും ഗൌരവകരമായ വിഷയത്തിന്റെ പേരിലാണ് യൂത്ത് കോൺഗ്രസ് ഈ ഒരു സമര പോരാട്ടവുമായി കേരളം മുഴുവൻ, ഈ സംസ്ഥാനം മുഴുവൻ സമര പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. പലതവണ ഈ വിഷയത്തിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് സമരം നടത്തി.
പലതവണ ഈ വിഷയത്തിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് സമര പോരാട്ടങ്ങളുടെ ഭാഗമായി ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തെരുവുകളിൽ സമരം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സമരം ചെയ്ത വിഷയത്തിന്റെ പേരിൽ ഒന്നുകിൽ ആ സമരം ചെയ്ത വിഷയത്തിന്റെ പേരിൽ അതവിടെ അവസാനിക്കണം. പക്ഷേ കേരളം കണ്ട ഇത്രയേറെ ഗുരുതരമായ ഒരു വിഷയത്തിന്റെ പേരിൽ സമരം അവസാനിപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കാതിരിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിന്റെ പേരിൽ ഗൌരവകരമായ വിഷയങ്ങൾ ഓരോ ദിനം കഴിയുന്നതോടുകൂടിയും ഈ കേരളത്തിന്റെ ജനതയുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് സംസാരിക്കുമ്പോൾ ഞാൻ കടന്നു വന്നത് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഏറ്റവും ബഹുമാനനായ ശ്രാവൺ റാവുവിന്റെ കൂടെയാണ്. അദ്ദേഹം തെലുങ്കാന സ്വദേശിയാണ്. ആ തെലുങ്കാന സ്വദേശിയായ ശ്രാവൺ റാവു ഈ വിഷയത്തിന്റെ പേരിൽ കണ്ണൂർ ജില്ലക്കകത്തൊരു സമരം നടക്കുന്നുവെന്ന് അറിഞ്ഞതിന്റെ പേരിൽ ഇന്നലെ വൈകുന്നേരം ഡൽഹിയിൽ നിന്ന് വിമാനം കയറി കണ്ണൂരിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഇത്ര ഗൌരവകരമായ വിഷയത്തിന്റെ പേരിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് കണ്ണൂരിലേക്ക് കടന്നു വന്നതെന്ന് പറയുമ്പോൾ ഈ വിഷയത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന്, തെലുങ്കാനയിൽ നിന്ന് അയ്യപ്പ ഭക്തന്മാർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ കണ്ണൂർ ജില്ലയുടെ ചാർജ് വഹിക്കുന്ന, കേരളത്തിന്റെ ചാർജ് വഹിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയല്ലേ? ഈ കേരളത്തിനകത്ത് ഇത്രയേറെ ഗൌരവകരമായ ഒരു വിഷയം നടന്നിട്ട് നിങ്ങൾ ആ സമരത്തിൽ പങ്കെടുക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ വിമാനത്തിനകത്ത് കയറി ഇന്നലെ രാത്രി ഏറ്റവും ബഹുമാനനായ ശ്രാവൺ റാവു ഈ കണ്ണൂരിലേക്ക് സമരത്തിന്റെ പേരിൽ കടന്നു വരികയാണ്. തെലങ്കാനയിലെയും കർണാടകത്തിലെയും ഈ രാജ്യത്തെ മുഴുവൻ അയ്യപ്പനെ സ്നേഹിക്കുന്ന ഭക്തന്മാരുടെ ഹൃദയത്തിലേക്ക് മുറിവ് അറ്റുവീണിട്ടാണ് ഈ സമരം ഈ യൂത്ത് കോൺഗ്രസ് പിന്നെയും ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്നലെ ഒരു ഏറ്റവും പരമപ്രധാനമായ ഒരു കണ്ടെത്തലുണ്ടായി. മുൻ ദേവസ്വം ബോർഡ് അംഗമായിരിക്കുന്ന ഒരു വ്യക്തി സുപ്രീം കോടതിയിലേക്ക് ഒരു റിട്ട് കൊടുത്തു. എന്താണ് ആ റിട്ട്? എന്നെ ഈ സമരത്തിന്റെ പേരിൽ അവഹേളിക്കുകയാണ്, എന്റെ പേര് ഈ ഒരു അയ്യപ്പന്റെ സ്വർണ്ണം കെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് വലിച്ചടക്കുകയാണെന്ന് മുൻ ദേവസ്വം ബോർഡിന്റെ മെമ്പർ കൂടിയായിട്ടുള്ള ആള് സുപ്രീം കോടതിയിലേക്ക് എന്നെ അതിൽ നിന്നും പരാമർശിച്ചതിനകത്ത് ഹൈക്കോടതിയെ ഒഴിവാക്കണമെന്ന് ആ സുപ്രീം കോടതിക്കകത്ത് അദ്ദേഹം പറഞ്ഞപ്പോ സുപ്രീം കോടതി ഇന്ന് വരെ കേൾവിയില്ലാത്ത രൂപത്തിൽ അയ്യപ്പനെ പോലും വെറുതെ വിടാത്ത ഒരു ഗവൺമെന്റും അയ്യപ്പനെ പോലും വെറുതെ വിടാത്ത ഒരു ഭരണസമിതിയുമാണ് ഈ പറയുന്ന ശബരിമല ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് ഭരണം നടത്തി മുന്നോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിന്റെ മണ്ണിൽ ആലിബാബയും 97 കള്ളന്മാരുമായി പിണറായി വിജയനും 97 കള്ളന്മാരും കേരളം ഭരിച്ച് മുന്നോട്ട് പോകുന്നതുമ്പോ, പ്രിയപ്പെട്ട ഈ കേരളത്തിനകത്തെ ജനസമൂഹം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ നാടിനകത്തെ ജനത ഒരു വിധിയെഴുത്ത് നടത്തി. ആ വിധിയെടുത്ത് ഈ അയ്യപ്പന്റെ സ്വർണ്ണം കെട്ടവന്മാർക്ക് കൂടിയുള്ളതാണെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇന്ന് പത്രങ്ങളിലും ഇന്ന് പത്രമാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് അയ്യപ്പന്റെ ഏറ്റവും പരമപ്രധാനമായ മുസ്ലിമായ ഫർസുൻ മജീദിനും ക്രിസ്ത്യനായ വ്യക്തിക്കും ഹിന്ദുവായ വ്യക്തിക്കും ഏതൊരു അയ്യപ്പ ഭക്തനും ശബരിമലയിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ നിന്നും കൊണ്ടു നൽകുന്ന അയ്യപ്പന്റെ അരമണ എന്ന് പറയുന്ന ഞങ്ങളൊക്കെ ഭക്ഷണമായി ഞങ്ങളൊക്കെ കടിക്കുന്ന അരമണയിൽ പോലും 16 ലക്ഷം രൂപയുടെ അഴിമതി ഈ ദേവസ്വം ബോർഡ് നടത്തിയെന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അരമണയിൽ പോലും കൈയിട്ട് വാരുന്ന ഒരു പിണറായി വിജയൻ ഗവൺമെന്റ് ഈ കേരളം ഭരിക്കുമ്പോൾ ഇവരുടെ അന്ത്യമെന്ന് പറയുന്നത് ഈ വരുന്ന ഏപ്രിൽ മാസം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിന്റെ മണ്ണിൽ നിന്നും ഇവരെ ഇല്ലാതാവുകയും ഇന്ത്യയുടെ മണ്ണിൽ ഒരു തുരുത്തായി അവശേഷിക്കുന്ന കേരളം കൂടി ഈ ഭരണത്തിന്റെ അന്ത്യത്തോടുകൂടി അവസാനിക്കുമെന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് സുദീർഘമായി സംസാരിച്ച് കടന്നു പോകുന്നില്ല. എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഈ ചടങ്ങിന്, ഈ സമര പരിപാടിക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഏറ്റവും ബഹുമാനീയനായ ഈ സമര പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന നിരവധിയാർന്ന അനവധി സമരങ്ങളുടെ പോരാട്ടങ്ങൾ ഈ കണ്ണൂർ ജില്ലക്കകത്തും കേരളത്തിനകത്തും നടത്തി വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ കടന്നുവന്ന് ഈ ഇന്ന് കണ്ണൂർ കോർപ്പറേഷനകത്തെ ഒരു കൌൺസിലറായി മൃഗീയമായ ഭൂരിപക്ഷത്തിനകത്ത് വിജയിച്ചു വന്ന പ്രിയങ്കരനായ റിജൽ മാക്കുറ്റി ഒരു കാലഘട്ടത്തിനകത്ത് അദ്ദേഹം ഇന്ന മതത്തിന്റെ ആളാണ്, ഇന്ന വ്യക്തിയുടെ ആളാണ്, ഇന്ന സമരം നടത്തിയതിന്റെ പേരിൽ അദ്ദേഹം ജയിച്ചു വരില്ല എന്ന് ഇവിടെ നിന്നും അയ്യപ്പന്മാരുടെ സേവിക്കുന്നുവെന്ന് പറയുന്ന RSSകാർ ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞപ്പോ ഈ കണ്ണൂർ കോർപ്പറേഷനകത്തെ ഏറ്റവും വലിയ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ 700 പരം ഭൂരിപക്ഷത്തിൽ ഈ കണ്ണൂർ കോർപ്പറേഷനകത്തു നിന്നും വിജയിച്ചു വന്ന റിജൽ മാക്കുറ്റിയാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ കടന്നു വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ ഈ സമര പോരാട്ട പരിപാടിയിലേക്ക് സാന്ദർഭികമായി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാനനായ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, കേരളത്തിന്റെ ചാർജ് വഹിക്കുന്ന ഏറ്റവും ബഹുമാനീയനായ ശ്രാവൺ റാവു അവർ ഈ പരിപാടിക്ക് മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ ഏറ്റവും ബഹുമാനനായ അബ്ദുൾ റഷീദ് BP,
പ്രിയങ്കരനായ രാഹുൽ വെച്ചിയോട്ട്, പ്രിയപ്പെട്ട റോബർട്ട് വെള്ളാമ്പള്ളി, പ്രിയപ്പെട്ട മുഹസിൻ ഖാദിയോട് ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെയും, മുഴുവൻ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരെയും, ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരെയും, മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും മാധ്യമ സുഹൃത്തുക്കളെയും ഈ സമര പരിപാടിയിലേക്ക്, ഈ വ്യത്യസ്തമായ സമര പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വിജിൽ മോഹൻ ക്ഷണിക്കുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മെമ്പറും കണ്ണൂർ കോർപ്പറേഷന്റെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലറുമായ പ്രിയപ്പെട്ട ശ്രീ അവർ, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ ശ്രാവൺ റാവു അവർ, ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ പ്രിയപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് BP അബ്ദുൾ റഷീദ്, പ്രിയപ്പെട്ട ശ്രീ V രാഹുൽ, റോബർട്ട് വെള്ളാമ്പള്ളി, മോഹസിൻ ഖാദിയോട്, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റുമാർ ശ്രീമതി മഹിത മോഹൻ, സുധീഷ് വെള്ളച്ചാൽ ഉൾപ്പെടെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, സ്നേഹം നിറഞ്ഞ മാധ്യമ സുഹൃത്തുക്കളെ, പ്രിയം നിറഞ്ഞവരെ, ഇത്തരമൊരു സമരത്തിലേക്ക് രണ്ടാം തവണ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലയിൽ കടന്നു വന്നതിന്റെ സാഹചര്യത്തെക്കുറിച്ച് സ്വാഗത ഭാഷകൻ പ്രിയപ്പെട്ട ഫർസിൻ മജീദ് വളരെ സവിസ്തരം തന്നെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ശബരിമല വിഷയത്തിൽ ഏറ്റവും ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഇവിടെ ഒരു സമരം നടത്തി. ഞങ്ങൾ ആ സമരത്തോടുകൂടി ഈ വിഷയം ഇവിടെ അവസാനിക്കും എന്നായിരുന്നു കരുതിയത്. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കൂടുതൽ സങ്കീർണമായ രീതിയിൽ CPIM-ന്റെ ഉന്നതരായ നേതാക്കന്മാരുടെ അടുത്തേക്കൊക്കെ ഇതിന്റെ ആരോപണങ്ങൾ തെളിവ് സഹിതം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം പോലും ഈ ഭരണത്തെ അല്ലെങ്കിൽ ഈ കൊള്ള നടത്തിയ സർക്കാരിനെ ദൈവത്തിന് പോലും ഈ നാട്ടിൽ സ്വസ്ഥതയില്ല, അല്ലെങ്കിൽ ദൈവത്തെ പോലും ഈ നാട്ടിൽ വെറുതെ വിടില്ല എന്നുള്ള തരത്തിലേക്കുള്ള ഒരു പരാമർശം നടത്തുന്ന ഗതികേടിലേക്ക് ഈ നാട്ടിലെ സുപ്രീം കോടതി പോലും എത്തിയിട്ടുണ്ടെങ്കിൽ എത്ര വലിയ കൊള്ളയാണ് ഈ ഗവൺമെന്റ് ശബരിമലയിൽ നടത്തിയിട്ടുള്ളത് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൈബറിടത്തിലും മാധ്യമങ്ങളിലും മറ്റിടങ്ങളിലും ഒക്കെ ന്യായീകരിച്ചുകൊണ്ട് കടന്നുവരുന്ന CPIM-ന്റെ ആളുകൾക്ക് ഇപ്പം മിണ്ടാട്ടമില്ല. ദേവസ്വം വകുപ്പ് മന്ത്രിയും അവർ നിയമിച്ച പോറ്റിയും അതിലുപരി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് സംശയത്തിന്റെ നേരിലേക്ക് കടന്നു വരുമ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിയാലും നിങ്ങളുടെയൊക്കെ അന്ത്യം കുറിക്കുന്നതുവരെ ഈ സമരത്തിന് പിന്നിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഉണ്ടാവുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ സമരം ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ, അവരിലേക്ക് ഈ അന്വേഷണം എത്തുന്നതുവരെ, SIT-യുടെ അന്വേഷണം അവരിലേക്ക് എത്തുന്നതുവരെ ഈ സമരം ഞങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അത്ര നിർണായകമായ ഈ ഒരു വിഷയത്തിൽ തുടർ സമരങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടാവുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ വന്നു ചേർന്ന മുഴുവൻ സമരഭടന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മെമ്പറും യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷനും കണ്ണൂർ കോർപ്പറേഷന്റെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട ജനപ്രതിനിധിയുമായ ശ്രീ റിജിൽ മാക്കുറ്റി അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്. ഏറെ പ്രിയങ്കരനായ ഈ പ്രതിഷേധ പരിപാടിയുടെ അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഊർജ്ജസ്വലനായ പ്രസിഡന്റ്, CPM-ന്റെ കോട്ടയിൽ ഊർജ്ജസ്വലമായ അല്ലെങ്കിൽ ആവേശകരമായ പോരാട്ടം നടത്തി മുമ്പോട്ട് പോയ പ്രിയങ്കരനായ വിജിൽ മോഹൻ, അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി, ഏറെ പ്രിയങ്കരനായ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ ശ്രാവൺ റാവുജി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ രാഹുൽ വെച്ചിലോട്ട്, സംസ്ഥാന സെക്രട്ടറിമാരായ റോബർട്ട് വെള്ളാമ്പള്ളി, ശ്രീ മോഹസിൻ ഖാദിയോട്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഫർസിൻ മജീദ്, മഹിത മോഹൻ ഉൾപ്പെടെ, സുധീഷ് വെള്ളച്ചാൽ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, മറ്റ് പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രതിഷേധത്തിന്റെ സാഹചര്യത്തെ സംബന്ധിച്ച് ഇവിടെ സ്വാഗത ഭാഷകനും അധ്യക്ഷനും സൂചിപ്പിച്ചു. കേരളത്തിലെ കുറുവാ സംഘത്തെ അയ്യപ്പന്റെ സ്വർണം പോലും കൊള്ളയടിച്ച ഈ കാട്ടുകൊള്ളക്കാരെ ഈ നാടിന്റെ മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കുക എന്നുള്ള വലിയ പോരാട്ടത്തിന് മുമ്പിലാണ് ഈ നാട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം.
കേരളത്തിനകത്ത് ഒരുപാട് സർക്കാരുകൾ ഭരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ സർക്കാരുകൾ ഭരിച്ച് മുമ്പോട്ട് പോകുമ്പോഴും അവരൊക്കെ തന്നെ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും സ്വർണം കക്കുന്നത്, അയ്യപ്പന്റെ സ്വർണം കക്കുന്നത് ആദ്യമായിട്ടാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു നാണം കെട്ട ഒരു സർക്കാർ കേരളത്തിനകത്ത് ഭരിച്ചിട്ടില്ല. സുപ്രീം കോടതി ചോദിച്ചതുപോലെ അയ്യപ്പനെയും ദൈവത്തെയും വെറുതെ വിടില്ല എന്ന് ചോദിക്കുമ്പോ ഇവരിനി ആരെയാണ് ബാക്കി എന്നുള്ളതാണ്. എല്ലാം കട്ട് കൊള്ളയടിച്ച് മുമ്പോട്ട് പോകുന്ന ഈ കൊള്ള സംഘം ഈ നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിച്ച് മുമ്പോട്ട് പോകുമ്പോ അവർക്കെതിരെയുള്ള വലിയ പ്രതിഷേധമാണ് ഈ കേരളത്തിനെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അയ്യപ്പന്റെ സ്വർണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ഇവിടെ ആന്ധ്രാപ്രദേശിൽ നിന്ന് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അയ്യപ്പ ഭക്തനായി പലതവണ ശബരിമല കയറിയ ശ്രാവൺ റാവു ഉൾപ്പെടെ ഇവിടെ വന്നു എങ്കിൽ ഇത് കേരളത്തിൽ മാത്രമല്ല, ലോകത്തെമ്പാടും അയ്യപ്പനെ സ്നേഹിക്കുന്ന, അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ആളുകളുടെ മനസ്സിലേൽപ്പിച്ച മുറിവാണ്. കക്കാൻ എന്തെല്ലാം വഴി ഇവിടെയുണ്ട്. സ്വർണം കക്കുന്നതിന് വേണ്ടി അതിന്റെ ഗവേഷണം നടത്തിയ ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മുഖ്യമന്ത്രി സ്വർണം കട്ട് അതിന്റെ പേരിൽ പല കേസിനകത്ത് പെടുമ്പോഴും അയ്യപ്പന്റെ സ്വർണവും കക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ അയ്യപ്പന്റെ സ്വർണം കക്കാൻ തന്റെ അനുയായികളെയും തന്റെ അനുചരന്മാരെയും ഉപയോഗിച്ചുകൊണ്ട് ആ അയ്യപ്പന്റെ സ്വർണം കട്ട് ആ കട്ട കേസിനകത്ത് പ്രതികളാക്കപ്പെട്ടവരാരാണ് എന്ന് ചോദിക്കുമ്പോ CPM-ന്റെ നേതാക്കന്മാരാണ്. അവിടെ ജയിലിൽ കിടക്കുന്നവരാരാണ്? ആ ജയിലിൽ കിടക്കുന്നവരെല്ലാം CPM-ന്റെ നേതാക്കന്മാരാണ്. മുൻ MLA-യും സംസ്ഥാന കമ്മിറ്റിയും അംഗമായ പത്മകുമാറും പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ വാസുവും അതോടൊപ്പം തന്നെ ഇനി ജയിലിലേക്ക് പോകാൻ തയ്യാറായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനും അതോടൊപ്പം തന്നെ പ്രശാന്തും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം പിണറായി വിജയന്റെ ഏറ്റവും വലിയ അനുയായികളാണ്. എന്നിട്ടും ഒരു ഉളുപ്പമില്ലാതെ ന്യായീകരിക്കുകയാണ്. ഈ ന്യായീകരണം എന്ന് പറയുമ്പോ ഈ പ്രതികളാക്കപ്പെട്ട് ജയിലിൽ പോയ ആളുകളെ കുറിച്ച് പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദനോട് ചോദിച്ചപ്പോ ആ പമ്പര വിഡ്ഢിയാസുരം പറയാണ്, സ്വാതന്ത്ര്യ സമരകാലത്ത് ആള് ജയിലിൽ പോയിട്ടില്ലേ, പിന്നെ ജയിലിൽ പോകുന്നതിന് എന്താണ് തെറ്റെന്ന് പറയുന്ന ഇത്തരത്തിലുള്ള പാർട്ടി സെക്രട്ടറിമാർ മുന്നോട്ട് പോകുമ്പോ കാട്ടുകള്ളന്മാർക്ക്, സ്വർണ്ണക്കൊള്ളക്കാർക്ക് എന്തും ചെയ്യാമെന്ന് അതിന് പേറ്റന്റ് കൊടുക്കുന്ന ഒരു സർക്കാരും പാർട്ടിയുമായി ഈ പാർട്ടി മാറിയിരിക്കുകയാണ്. ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഓരോ ദിവസവും ഈ നാട് കണ്ടുകൊണ്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന ഓരോ വാർത്തകളും അയ്യപ്പനുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ വിശ്വസിക്കുന്ന യഥാർത്ഥത്തിൽ അതിന് അന്വേഷണം പോകുമ്പോ അയ്യപ്പന്റെ പഞ്ചലോക വിഗ്രഹം പോലും ഇവർ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടില്ല എന്ന് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? ആ രൂപത്തിലുള്ള കൊള്ളക്കാരാണ്. നമുക്കറിയാം, വണ്ടി ചോറിനേക്കാളും വലിയ വണ്ടി ചോറുമാരായി CPM-ന്റെ നേതാക്കന്മാർ ഈ നാടിനകത്ത് മാറുമ്പോ ഇവർക്കെതിരെയുള്ള പ്രതിഷേധം ഈ നാടിന്റെ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവസാനിക്കുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നിങ്ങൾക്ക് വലിയ രൂപ തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ അയ്യപ്പന്റെ സ്വർണം കെട്ടതുപോരാ, അത് പാട്ടെഴുതിയവർക്കെതിരെയാണ് നിങ്ങൾ കേസ് കൊടുത്തത്. ഇതുപോലെയുള്ള ഒരു നാണം കെട്ട സർക്കാരുണ്ടോ? ഇതുപോലൊരു നാണം കെട്ട സർക്കാരുണ്ടോ? പാരടി പാട്ട് എഴുതിയവർക്കെതിരെ കേസ് കൊടുക്കാണ്, യൂട്യൂബിന് പരാതി കൊടുക്കാണ്. യൂട്യൂബിൽ നിന്ന് പാട്ട് പിൻവലിച്ചാലും പരാതി കൊടുത്ത് അവരെ നിശബ്ദനാക്കിയാലും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ആ പാട്ട് മാറ്റാൻ പിണറായി വിജയനല്ല പൊന്നു തമ്പുരാൻ വിചാരിച്ചാൽ സാധിക്കില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിന്റെ പേരിൽ കേസെടുക്കുകയാണ്. മാത്രമല്ല, പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ ഇട്ടാൽ അത് കേസാണ് പോലും. ഈ നാട്ടിനകത്ത് അങ്ങനെ കേസെടുത്ത് പോലീസ് നിയോഗിച്ച് കേസെടുത്തു കഴിഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ഏതായാലും 3 മാസമാണ് പിണറായി വിജയന്റെ ആയുസ്. അതിന്റെ പേരിൽ കാക്കിയിട്ട് തുള്ളിയാൽ ആ തുള്ളിയ കാക്കിയിട്ടവരോടും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്, വെറുതെ നിങ്ങൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഈ നാട്ടിലെ പോലീസുകാരോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പിണറായി വിജയന് വേണ്ടി ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെ പിണറായി വിജയന്റെ പേരിൽ പിണറായി വിജയന്റെ ഫോട്ടോ മോർഫ് ചെയ്തെന്ന് പറയുന്നു. ഈ നാട്ടിന്റെ മുമ്പിലുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിൽക്കുന്ന ഫോട്ടോമുണ്ട്, കടകംപള്ളി സുരേന്ദ്രമായി നിൽക്കുന്ന ഫോട്ടോമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പല ഫോട്ടോവും ഈ നാട്ടിനകത്തുണ്ടാകുമ്പോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? നിങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ ശിക്ഷിക്കാൻ പോകുന്നു. ആ ശിക്ഷ വരുന്ന തെരഞ്ഞെടുപ്പിനകത്തുണ്ടാകുമെന്ന് സംബന്ധിച്ച് ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കാൻ ദീർഘമായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അയ്യപ്പന്റെ സ്വർണം കട്ട ഈ കാട്ടുകൊള്ളക്കാർക്കെതിരെയുള്ള വലിയ പ്രതിഷേധം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അറിയാതെ ഒരിക്കലും ഈ സ്വർണ്ണക്കൊള്ള നടക്കില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗ്രഹണി പിടിച്ച കുട്ടികൾ ചക്കക്കൂട്ടാൻ കണ്ടതുപോലെയാണ് പിണറായി വിജയൻ സ്വർണ്ണമെന്ന് കേട്ടാൽ അത് അയ്യപ്പന്റെ സ്വർണ്ണമാവട്ടെ, അത് ഗുരുവായൂരപ്പന്റെ സ്വർണ്ണമാവട്ടെ, അത് ശ്രീപത്മനാഭന്റെ സ്വർണ്ണമാവട്ടെ, അത് സ്വപ്നയുടെ സ്വർണ്ണമാവട്ടെ, എല്ലാ സ്വർണവും അടിച്ചു മാറ്റുന്ന കാട്ടുകള്ളനാണ് പിണറായി വിജയൻ എന്ന് ഈ നാട് തെളിയിച്ചുകൊണ്ട് ഈ കാട്ടുകള്ളന്മാർക്കെതിരെയുള്ള വലിയ പോരാട്ടങ്ങളുമായി യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നടന്നുകൊണ്ട് ഔപചാരികമായി ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം അറിയിക്കുന്നു.
നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് ഞങ്ങൾ ആവേശത്തോടുകൂടി മുദ്രാവാക്യം വിളിച്ച് പാടിക്കൊണ്ട് ഈ തെരുവിലൂടെ മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി I invite Mr. Shravan Ravuji to address this protest. Good evening, everybody. I would like to thank our district president, Vijil Mohan, vice president, Farjin Mohammed, and my old friend, former parliament president and PCC member, Rijal Mahakuti, and Robert and Rahul, general secretary, and all the youth congress colleagues who have been participated in this program. First of all, it's a very shameful to hear the stealing of gold in Shabarimala. This is not only stolen of gold, it is a sentimental thing where across South Indian people have lot of sentiment on Shabarimala temple, where they do their 41 days Diksha with lot of emotions, and they carry their emotions and they go to the temple to worship their, to be there prosperous and health and wealth. But Pinarayi Vijayan's team, the entire 420 team of Pinarayi region, they are not only stealing the gold of Shabarimala temple, they have stolen the emotions and they have stolen the feelings of the entire country. And these people who have stolen the gold should not be kept in the jail, because after they have habit of stealing gold, if they be put in the jail, they will be stealing the iron steel of the jail also. They should be boycotted from the society itself. So then only these people will have this thing. And nowadays, earlier DYF and BJP would have speak lot of things. They speak what is going in Karnataka, they speak what is going on in Telangana, but they themselves should feel the most privileged place in entire South India is Shabarimala, and in Shabarimala there is a current burning issue is going on, and no one is having time to at least investigate on this issue. Shame on the BJP government and shame on the Pinarayi Vijayan government, where they don't even deserve to be in this society, because some people they have problem, they'll go to temple. Some people they have the problem, they'll go to mosque. Some people they have problem, they go to church. But you are stealing the emotion, feelings of entire human beings. So now where should the human beings go to tell their sorrows and their struggles, where you are stealing entire feelings of the human beings? So these people should be not only punished, they should be boycotted from the entire society. Then only there will be a good message. I, on behalf of Kerala Youth Congress in charge, we strongly condemn this issue, and until and unless these people, the inquiry gets in the proper way and these people have been boycotted from the society, we will raise our voice entire from Kanyakumari, entire from Kasaragod to Trivandrum to Kochi, every part of the Kerala we make entire the protest, and we demand justice for the Shabarimala. Jai Hind, Jai Congress. പ്രിയപ്പെട്ടവരെ, നിരവധിയായ നേതാക്കന്മാർ ഈ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് ഇവിടെയുണ്ട്. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ശ്രീ രാഹുൽ വെച്ചോട്ട്, റോബർട്ട് വെള്ളാമ്പള്ളി, മോഹസിൻ ഖാദിയോട്, കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഫർഹാൻ മുണ്ടേരി ഉൾപ്പെടെയുള്ളവരുടെ അഭിവാദ്യങ്ങൾ ഈ സമരത്തിന് അർപ്പിക്കുകയാണ്. ഈ സമരത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീമതി മഹിത മോഹനെ ക്ഷണിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രാവൺ സർ, മറ്റ് സംസ്ഥാന ഭാരവാഹികളെ, ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ഒറ്റ വാക്കിൽ ഈ പരിപാടിക്ക് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഈ സമരം ഇവിടെ അവസാനിച്ചതായിരിക്കും.